ഹീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും നിങ്ങളോടുകൂടെ ഇന്നത്തെ ദിവസം മുഴുവനും ഉണ്ടായിരിക്കട്ടെ. കർത്താവ് അരുളി ചെയ്യുന്നു, പ്രാർത്ഥനയിൽ ഒരിക്കലും നിങ്ങൾക്ക് മടുപ്പ് തോന്നരുത്. ഭഗ്നാശനാകാതെ എപ്പോഴും പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ആവശ്യത്തിന്മേൽ കർത്താവ് തീർച്ചയായും ഇടപെടും. നിങ്ങൾക്ക് ഇന്നുവരെ മുടങ്ങിക്കിടക്കുന്ന അനുഗ്രഹങ്ങൾ കർത്താവ് വീണ്ടും നമുക്കായി തുറന്നു തരും. ധാരാളം പരിശ്രമിച്ചിട്ടും എല്ലാ പരിശ്രമങ്ങളും വൃഥാവിലായി എന്ന് തോന്നുന്നവർക്ക് കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളുടെ പരിശ്രമങ്ങൾ നിർത്തരുത്. ഓരോ അനുഭവവും, ഓരോ ജീവിത സാഹചര്യവും, ഓരോ ബുദ്ധിമുട്ടുകളും നിങ്ങളെ ഉയർത്തുവാനുള്ള, നിങ്ങളുടെ അഭിവൃദ്ധിക്കും ഉയർച്ചയ്ക്കുമുള്ള ചവിട്ടുപടിയായിട്ട്, അവസരങ്ങളായിട്ട് കണ്ട് കൂടുതൽ പ്രാർത്ഥനയിൽ വ്യാപരിക്കുക, കൂടുതൽ വിശ്വാസത്തിലായിരിക്കുക. ദൈവസന്നിധിയിൽ കർത്താവിന് എല്ലാം സാധ്യമാണ്. ദൈവസന്നിധിയിൽ നാം പ്രാർത്ഥിക്കുന്ന എല്ലാ പ്രാർത്ഥനകൾക്കും ഉത്തരം നൽകും. എന്തെന്നാൽ അവിടുത്തേക്കെല്ലാം സാധ്യമാണ്. ഇന്നത്തെ നമ്മുടെ ആവശ്യങ്ങളെയും മക്കളുടെ പരീക്ഷയെയും ഇൻ്റർവ്യൂവിനെയും എല്ലാം സമർപ്പിച്ച് ഇന്ന് ഈ പ്രാർത്ഥനയിൽ വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. ഭഗ്നാശരാകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം എന്ന് കാണിക്കാൻ യേശു അവരോട് ഒരു ഉപമ പറഞ്ഞു. ദൈവത്തെ ഭയപ്പെടുകയോ മനുഷ്യരെ മാനിക്കുകയോ ചെയ്യാത്ത ഒരു ന്യായാധിപൻ ഒരു പട്ടണത്തിൽ ഉണ്ടായിരുന്നു. ആ പട്ടണത്തിൽ ഒരു വിധവയും ഉണ്ടായിരുന്നു. അവൾ വന്ന് അവനോട്, എതിരാളികൾക്കെതിരെ എനിക്ക് നീതി നടത്തിത്തരണമേ എന്ന് അപേക്ഷിക്കുമായിരുന്നു. കുറേ നാളത്തേക്ക് അവൻ അത് ഗൗനിച്ചില്ല. പിന്നീട് അവൻ ഇങ്ങനെ ചിന്തിച്ചു, ഞാൻ ദൈവത്തെ ഭയപ്പെടുകയോ മനുഷ്യരെ മാനിക്കുകയോ ചെയ്യുന്നില്ല. എങ്കിലും ഈ വിധവ എന്നെ ശല്യപ്പെടുത്തുന്നതുകൊണ്ട് ഞാൻ അവൾക്ക് നീതി നടത്തി കൊടുക്കും. അല്ലെങ്കിൽ അവൾ കൂടെ വന്ന് എന്നെ അസഹ്യപ്പെടുത്തും. കർത്താവ് പറഞ്ഞു, നീതിരഹിതനായ ആ ന്യായാധിപൻ പറഞ്ഞതെന്തെന്ന് ശ്രദ്ധിക്കുവിൻ. അങ്ങനെയെങ്കിൽ രാവും പകലും തന്നെ വിളിച്ചു കരയുന്ന തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ദൈവം നീതി നടത്തി കൊടുക്കുകയില്ലേ? അവിടുന്ന് അതിന് കാലവിളംബം വരുത്തുമോ? അവർക്ക് വേഗം നീതി നടത്തി കൊടുക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എങ്കിലും മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഇന്ന് ഈ പ്രഭാതത്തിൽ നല്ല ഒരു ഉറക്കം നൽകി ഞങ്ങളെ വിളിച്ചുണർത്തിയ അങ്ങയുടെ വലിയ കാരുണ്യത്തെ പ്രതി ഞങ്ങൾ അങ്ങയെ ആരാധിക്കുകയും നന്ദി പറയുകയും ചെയ്യുന്നു. കർത്താവേ, ഞങ്ങളുടെ എല്ലാ അടഞ്ഞ വാതിലുകളെയും ഇന്ന് തുറന്ന്, ഞങ്ങൾ ധാരാളം പരിശ്രമിച്ചിട്ടും എല്ലാം നഷ്ടങ്ങൾക്കുമേലെ നഷ്ടങ്ങളും പരാജയങ്ങൾക്കുമേലെ പരാജയങ്ങളും വരുന്നതിനാൽ ഞങ്ങൾക്ക് പ്രാർത്ഥനയിൽ പോലും മടുപ്പ് തോന്നിയ അവസ്ഥയാണ്. ഉത്സാഹത്തോടെ ഞങ്ങൾ ഓരോ തവണ പരിശ്രമിക്കുമെങ്കിലും കർത്താവെ, ഓരോ തവണയും ഞങ്ങൾ പരാജിതരാകുന്നു. കർത്താവെ, ഇന്ന് ഇൻ്റർവ്യൂവിന് പോകുന്ന മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. പരീക്ഷ എഴുതുന്ന മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. എത്രയധികം തവണ ഇൻ്റർവ്യൂവിന് പോയിട്ടും പരീക്ഷ എഴുതിയിട്ടും വിജയം കാണാതെ പരാജയപ്പെട്ടു മടങ്ങുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഓരോ പരാജയവും വിജയത്തിൻ്റെ മുന്നോടിയാണ് എന്ന് മനസ്സിലാക്കി, ഓരോ പരാജയവും വിജയിക്കുവാനുള്ള അവസരമാണ് എന്ന് മനസ്സിലാക്കി, ഓരോ പരാജയവും മഹത്വത്തിലേക്കുള്ള യാത്രയുടെ ഓരോ പടിയായി കണ്ട് ദൈവത്തിൽ പൂർണ്ണമായും വിശ്വാസമർപ്പിച്ച് ശക്തിയോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയിൽ ഭഗ്നാശരാകാതെ മടുപ്പ് തോന്നാതെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ ദൈവം ഇടപെടുവാൻ വേണ്ടി ശക്തമായി പ്രാർത്ഥിക്കുക. കർത്താവ് അരുളി ചെയ്യുന്നു, നീതിരഹിതനായ ആ ന്യായാധിപൻ വിധവയുടെ നിരന്തര പരിശ്രമത്തിന്മേൽ കരുണ തോന്നി അവൾക്ക് ന്യായം വിധിച്ചു കൊടുത്തു.
കർത്താവ് അരുളി ചെയ്യുന്നു, അങ്ങനെയെങ്കിൽ നീതിമാനായ ദൈവം തന്നോട് രാവും പകലും വിളിച്ചപേക്ഷിക്കുന്നവർക്ക് തൻ്റെ മക്കളായ നമുക്ക് ഓരോരുത്തർക്കും എത്രയധികം നീതി നടത്തിത്തരില്ല. കർത്താവ് ഇന്ന് നമ്മെ അനുഗ്രഹിക്കുന്ന ദിവസമാണ്. കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മെ തന്നെ പൂർണ്ണമായും സമർപ്പിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ സന്തോഷഭരിതരും സമാധാന കാംക്ഷികളുമായിരിക്കുക. ഹൃദയത്തിൽ സമാധാനവും സന്തോഷവും നിറച്ച് ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ നാം ഉയർത്തപ്പെടുവാൻ, അനുഗ്രഹീതരാകുവാൻ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം. കർത്താവെ, ഇന്നത്തെ ഞങ്ങളുടെ ഓരോ ആവശ്യങ്ങളെയും നീ മാനിക്കണമേ. ഞങ്ങളുടെ മക്കളുടെ പരീക്ഷയെ നീ അനുഗ്രഹിക്കണമേ. പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ ശക്തി അവരുടെ മേൽ വ്യാപരിക്കുവാനും അവരുടെ പഠനത്തിൽ കൂടുതൽ ശ്രദ്ധയുള്ളവരായി ഉത്തരവാദിത്ത ബോധത്തോടെ പഠിക്കുവാനും, പഠിക്കുന്ന വിഷയം എന്തിനു വേണ്ടി ഞാൻ പഠിക്കുന്നു എന്ന് അറിയുന്നതിനും ആ പഠനം പൂർത്തീകരിക്കുന്നതിനും കർത്താവെ ഈ മക്കൾക്ക് സാധിക്കണമേ. അവരുടെ പരീക്ഷയിൽ ഉന്നത വിജയം നൽകി അവരെ അനുഗ്രഹിക്കണമേ. ദൈവമേ, ലോകം വിഡ്ഢികളെന്നു പറഞ്ഞു മാറ്റി നിർത്തിയവരെ ദൈവം ജ്ഞാനികളെക്കാൾ ഉയർത്തും. കർത്താവിൻ്റെ സന്നിധിയിൽ നാം ഓരോരുത്തരും നമ്മുടെ വിഡ്ഢിത്തങ്ങളും ബലഹീനതകളും കുറവുകളും നമ്മുടെ പരാജയങ്ങളും ദുഃഖവും എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. കർത്താവിന് നമ്മെ ഉയർത്താൻ ഒരു നിമിഷം മാത്രം മതി. കർത്താവ് പറയുന്നു, അനീതി പ്രവർത്തിക്കുന്ന ന്യായാധിപൻ വിധവയ്ക്ക് നീതി നടത്തിക്കൊടുത്തു എങ്കിൽ നീതിമാനായ ദൈവം ഓരോ ദിവസവും ഓരോ നിമിഷവും തന്നോട് പ്രാർത്ഥിക്കുന്ന നമുക്ക് നീതി നടത്തിത്തരും. അതിനാൽ എല്ലാ ആകുലതകളും ആകാംക്ഷകളും സങ്കടങ്ങളും കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് നീതിമാനായ ദൈവം ഇന്നെൻ്റെ ജീവിതത്തിൽ നീതി നടത്തുന്നതിനു വേണ്ടി ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ ഇന്നത്തെ എല്ലാ നിയോഗങ്ങളെയും ആവശ്യങ്ങളെയും പ്രാർത്ഥിക്കാം. ഇന്നത്തെ നമ്മുടെ എല്ലാ കുടുംബാംഗങ്ങളുടെ ആവശ്യങ്ങളെ സമർപ്പിക്കാം. മക്കളുടെ പരീക്ഷയെ സമർപ്പിക്കാം. മക്കൾക്ക് വരുന്ന വിവാഹ ആലോചനകളെ സമർപ്പിക്കാം. നമ്മുടെ വീട് പണിയെ സമർപ്പിക്കാം. ഇൻ്റർവ്യൂവിനെ സമർപ്പിക്കാം. ജോലിയിലുള്ള പ്രശ്നങ്ങളെ സമർപ്പിക്കാം. പുതിയ ജോലി മേഖല തുറന്നതിനാൽ ദൈവത്തിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. ഇന്ന് ദൈവത്തിൻ്റെ അത്ഭുതകരങ്ങൾ നമ്മോടൊപ്പം പ്രവർത്തിക്കുന്ന ദിവസമായിരിക്കും. കർത്താവിൻ്റെ കാരുണ്യം നാം ഓരോരുത്തരും ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തി, കർത്താവെ, അങ്ങ് നൽകിയ ദാനങ്ങൾക്കായി അങ്ങയെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. കർത്താവ് ഇന്ന് നമുക്ക് അജ്ഞാതമായ കാര്യങ്ങൾ നമുക്ക് വെളിപ്പെടുത്തി തരികയും വലിയ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞ് ഇന്ന് നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യും. ദൈവസന്നിധിയിൽ ക്ഷമാലുവായി എളിമയുള്ളവരായി കാണപ്പെടുന്നതിന് വേണ്ടി നമ്മെ ഓരോരുത്തരെയും ഈ നൊയമ്പുകാലത്തിൽ എളിമപ്പെടുത്താം. ദൈവമുള്ളവരുടെ മേൽ കരുണ കാണിക്കുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുന്ന ദിവസമാണെന്ന്. ഇന്ന് നമ്മുടെ എല്ലാ ആവശ്യങ്ങളും, നമ്മുടെ രോഗപീഠകളെയും, നമ്മുടെ എടുക്കാൻ കഴിയാത്ത തീരുമാനങ്ങളെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കുക. കർത്താവിൻ്റെ സന്നിധിയിൽ ദൈവത്തിൻ്റെ മക്കളുടെ സ്വാതന്ത്ര്യത്തോടുകൂടെ നാം പെരുമാറുന്നത് കാണുവാൻ ദൈവം ഇന്ന് ആഗ്രഹിക്കുന്നു. നമ്മുടെ സമ്പത്തിനെയും കടബാധ്യതകളെയും ജോലിയെയും മറ്റു ബുദ്ധിമുട്ടുകളെയും രോഗപീഠകളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. കുടുംബാംഗങ്ങളുടെ ആവശ്യം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ദൈവമേ, ഇന്ന് നീ എൻ്റെ ജീവിതത്തിൽ ഇടപെടുന്നതിനെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു. ഇന്ന് നാം ഭയപ്പെടുന്ന എല്ലാ മേഖലയിലും ദൈവത്തിൻ്റെ ആധിപത്യം ഉണ്ടായിരിക്കട്ടെ. കർത്താവിൽ വിശ്വസിക്കുക, പൂർണ്ണമായും കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും എന്ന് അരുളിച്ചെയ്ത ഈശോനാഥ, ഞങ്ങൾ ഒന്നിച്ച് ഒരു കുടുംബത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നവരാകുവാൻ, ദൈവത്തിൻ്റെ അത്ഭുത പ്രവർത്തനങ്ങൾ ഓരോ ദിവസവും ഞങ്ങൾ കാണുന്നതിനു വേണ്ടി ഞങ്ങളുടെ കണ്ണുകളെ തുറന്നു തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ, അങ്ങേക്ക് എല്ലാ സ്തുതിയും സ്തോത്രവും നന്ദിയും ആരാധനയും അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ.
പരിശുദ്ധ ദൈവമാതാവേ, സകല വിശുദ്ധരെ, ദൈവത്തിൻ്റെ മാലാഖമാരെ, ഇന്ന് ദൈവകൃപ ഞങ്ങൾ ഓരോരുത്തരിലും വ്യാപൃതരാകുന്നതിന് നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ശക്തമായി പ്രാർത്ഥിക്കണമേ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം നിങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും നിങ്ങളെ വിജയിപ്പിക്കട്ടെ. നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും ഇന്ന് ദൈവം സഫലീകരിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും നിങ്ങളുടെ മക്കളോടും തലമുറകളോടും പൂർവികരോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ. ആമേൻ.